ശിവായ ശിവായ നമഃ ഓം ശിവായ നമഃ ഓം നമഃ ശിവായ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ തിമിലി ഭഗവാന്റെ ഉത്പാദ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 30 തിങ്കളാഴ്ചയോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന പൂജാവിശേഷങ്ങളും അതിനോടൊപ്പം നമ്മുടെ അമ്പലക്കുളത്തിൻ്റെ ബെൽറ്റ് വാർപ്പ് ചടങ്ങിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം ശ്രീമഹാദേവായ നമഃ. മനുഷ്യരെല്ലാവരും തന്നെ സത്യാന്വേഷികളാണ്. സത്യാന്വേഷികളാണ്. എന്താണ് ഈ സത്യാന്വേഷി? സത്യം എന്താണ് അന്വേഷിക്കുന്നത്? ആണോ? എല്ലാവരും ഈ ഇരിക്കുന്നവർക്ക് സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരാണോ? അല്ലാന്ന് പറയാൻ പറ്റില്ല. ആണ്. കാരണം എന്താണെന്നറിയാമോ? നമ്മൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ എന്താണ് വേണ്ടത്? എന്താ വേണ്ടത്? സന്തോഷം. ഇപ്പൊ നമ്മള് എന്താണ് പണം സമ്പാദിക്കുന്നു, അല്ല ജോലിക്ക് പോകുന്നു, പണം സമ്പാദിക്കുന്നു, കുടുംബം നോക്കുന്നു, വീട് വെക്കുന്നു. എല്ലാത്തിന്റെയും ഉദ്ദേശം എന്താ? സന്തോഷമായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. ആണോ അല്ലയോ? അപ്പൊ ഈ സന്തോഷം, സുഖം, പക്ഷെ എവിടെയാണ് പ്രശ്നം വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ അന്വേഷിക്കുന്നത് ഈ സന്തോഷവും സുഖം, സമാധാനം, ഇതൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജീവിതത്തില് എല്ലാ കാര്യങ്ങളും നേടിയിട്ടും ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഞാൻ വളരെ തൃപ്തിയോടുകൂടി സുഖമായിട്ടിരിക്കുന്നു, എന്റെ ജീവിതം വളരെ ധന്യമായിരിക്കുന്നു എന്ന് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടോ? ഈ സത്യത്തിലേക്ക് എത്തിയവർ, അതിനോട് അടുത്തേക്ക് നിൽക്കുന്നവർക്ക് പറയാൻ പറ്റും, ഓ ഞാൻ വളരെ സുഖമാണ്, എന്റെ ജീവിതം വളരെ ധന്യമായിരുന്നു അവർക്ക് പറയാൻ പറ്റും. അല്ലാത്തവർക്ക് ആർക്കും ആ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. ഓ എനിക്കെല്ലാം തൃപ്തിയായി, ജീവിതത്തില് നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞു, അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു, അല്ല ഇങ്ങനെ ഒരു തൃപ്തി
തൃപ്തി എപ്പോഴാണ് ഉണ്ടാവുക? നേരത്തെ പറഞ്ഞ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സാധനം നമ്മൾക്ക് കിട്ടുമ്പോൾ. ഏത് കിട്ടുമ്പോൾ? സന്തോഷം, സുഖം, സമാധാനം. ഇത് പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾക്ക് പറയാൻ പറ്റുക, ഓ എൻ്റെ ജീവിതം വളരെ തൃപ്തിയായി, ധന്യമായി എന്ന് പറയാനായിട്ട്. പക്ഷേ വളരെ കുറച്ച് പേർക്കും, വിരലിൽ എണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ അത് പറയാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഭൂരിഭാഗം ആളുകൾക്കും അത് പറയാൻ പറ്റുന്നില്ല. എന്താ കാരണം എന്നറിയാമോ? കാരണം വളരെ ലളിതമാണ്. ഈ സുഖം, സന്തോഷം, സമാധാനം എന്നുള്ളതൊക്കെ എവിടെയാണോ ഉള്ളത് അവിടെ അന്വേഷിക്കുന്നില്ല ആളുകൾ. ഇല്ലാത്ത സ്ഥലത്താണ് അന്വേഷിക്കുന്നത്. സാധാരണ ഒരു വഴി വിട്ടു കൊടുക്കോ, വഴി എങ്ങനെ വിട്ടു കൊടുക്കേ? ചിത്രം പോക്കോ. എടുത്ത് ഈ വളക്കിന്റെ ഫോട്ടോന്റെ മുന്നിൽ വെച്ചു. ആ എത്ര തൊഴുതാലും തൊഴുതാലും മതിവരില്ല. അഷ്ടമി തിരുനാളിൽ ദർശനം നേടിയാൽ ദുഷ്ടവിചാരങ്ങൾ പോയി മറയും. ശൈവനാമങ്ങൾ നാവിൽ തുളുമ്പി നിൽക്കും. ശംഭോ മഹാദേവ ശംഭോ, ദേവ ശംഭോ, മഹാദേവ ശംഭോ, ശംഭോ. ഈ ചാനൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.